ഹലോ, ഇറ്റ്സ് സത്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല, വണക്കം. ഇന്നത്തെ ഉച്ചത്തെ വിഭവവും തമിഴും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട് കേട്ടോ. ബൈ ദ ബൈ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ ഒരു ഐറ്റം തന്നെ ട്രൈ ചെയ്യാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കുറച്ച് ലേറ്റായി. 2, ചോറും കറിയൊക്കെ വെച്ച് വരാനുള്ള ടൈമില്ല. വിശന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വയറ് നിറയ്ക്കാൻ ഈ ഒരു ഐറ്റം തന്നെ ധാരാളമാണ്. ഒപ്പം നല്ല കട്ട തരിട്ട സാലഡും ലേശ അച്ചാറും ഒരു പപ്പടവും പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ സംഭവം പൊളിയാണ്. ഇതെല്ലാം ഇല്ലെങ്കിലും സാലഡ് ഉണ്ടെങ്കിലും മതി, നമുക്ക് നല്ല രീതിക്ക് ഫുഡ് കഴിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ എഡിഷനാണ്. ആക്ച്വലി ഞാൻ ആരും ഇങ്ങനെ ടൊമാറ്റോ റൈസ് കുക്ക് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റേതായ രീതിയിൽ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. ഇറ്റ് വാസ് ടു ഗുഡ് ഗൈസ്. നിങ്ങൾക്ക് എന്നാലും പ്രാവശ്യം വിശ്വസിച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാരണമാണേ. പിന്നെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് പോടണം ഗൈസ്. ഓക്കെ, അപ്പോൾ ടിപ്സിലോട്ട് പോകാം. ടൊമാറ്റോ റൈസ് ആക്ച്വലി നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടു കാണും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ടൊമാറ്റോ റൈസിനെ സംബന്ധിച്ച് നമുക്ക് സ്പൈസസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഗീയിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് തക്കാളി നിങ്ങൾക്ക് എത്ര ചേർക്കണോ അത്രയും ചേർക്കാം. പക്ഷെ നല്ല രീതിക്ക് വഴറ്റണം, അല്ല വതക്കണം. ഓക്കെ, പിന്നെ എപ്പോഴും കുറച്ച് അളവിലുള്ള അരി ചേർക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങളെപ്പോഴും ഒരു 1/2 കിലോ അരി ചേർത്ത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രം കുറച്ചധികം ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചരിയിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുറച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ പൊന്നിയരിയോ ബിരിയാണി അരിയോ ചേർക്കാം. തമിഴ്നാട്ടിൽ അവർ പൊന്നിയരിയാണ് ചേർക്കാറ്. പക്ഷേ ആ അരി നല്ല രസമാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, ലെസ് വെയ്റ്റാണ്. അവർക്ക് അങ്ങനെയാണ് അത്ര ഔട്ട്പുട്ട് കിട്ടാനുള്ള കാരണം ആ അരിയാണ്. പക്ഷെ നമുക്ക് എക്സാക്റ്റ് അരിയോടെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി അരി ട്രൈ ചെയ്ത് നോക്കാം. ബിരിയാണി അരി ആണെങ്കിൽ 3 വിസിലടിക്കും കേട്ടോ. പിന്നെ മെയിൻ സീക്രട്ട് നല്ല മൂഡിൽ കുക്ക് ചെയ്യൂ. ഓക്കെ, നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. വീഡിയോസ് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.